ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹെയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമതായി, നമ്മുടെ കഴിഞ്ഞ ദിവസം പണം ചോദിച്ച് പ്രതാപിനെ കാണാൻ പോയവരുടെ ദുരവസ്ഥയും, രണ്ടാമതായി ഇപ്പോൾ കേസിന് സംഭവിച്ച അല്ലെങ്കിൽ ഹൈറിച്ചോളികൾ ഇത് പേരും തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയിട്ടും ഈ തട്ടിപ്പിനെ താങ്ങിക്കൊണ്ട് നടക്കുന്നവർക്ക് വന്നിരിക്കുന്ന ഒരു തിരിച്ചടിയെക്കുറിച്ചുമാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ കലക്ടറൊക്കെ നമ്മുടെ ക്ലെയിം പെറ്റീഷനൊക്കെ ചോദിച്ച സമയത്ത് കലക്ടർക്ക് എന്തിന് അധികാരമുണ്ടോ, കലക്ടർ ആരാണ്, കലക്ടർ അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച ഒരു സ്ത്രീ സ്വാഭാവികമായിട്ട് അവർ ചോദിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ കള്ളന്മാരുടെ വാക്ക് കേട്ട് 8 ലക്ഷം രൂപ അവർ തിരികെ തരും എന്ന് വിചാരിച്ച് 2 വർഷം കാത്തിരുന്ന ഒരു സ്ത്രീ അവസാനം പ്രതാപിനെ കാണാൻ പോയി. പ്രതാപിനെ കാണാൻ പോയപ്പോൾ പ്രതാപൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതാപനും ശ്രീനിയും പണ്ട് ചെയ്യുന്നത് പോലെ തന്നെ പ്രതാപൻ ഉറങ്ങുകയാണ്. പണ്ട് ചില ആൾക്കാരോടൊക്കെ പറഞ്ഞത് പ്രതാപൻ സാർ ഉറങ്ങുകയാണ്. അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ജില്ലയിൽ നിന്നൊക്കെ ട്രെയിനും പിടിച്ച് പോയവരോടാണ് പറയുന്നത്, പ്രതാപൻ സാർ ഉറങ്ങുകയാണ്, അപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റില്ല, നിങ്ങൾ പിന്നെ വാ എന്നൊക്കെ പറയുന്ന ഇതുണ്ട്. അപ്പോൾ പ്രതാപനും ശ്രീനിയും ആത്തിരുന്നിട്ട് പ്രതാപനും ശ്രീനിയും അകത്തിരുന്നിട്ട് മകളെ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പോവാത്ത സമയത്ത് ഇവർ സാധാരണ നായിയെ അഴിച്ചു വിടാറാണ് പോലും. അപ്പം നായിനെ കണ്ടിട്ട് ഇവർ മുറ്റത്തുനിന്ന് പോവും. അപ്പോൾ പറഞ്ഞത്, നിങ്ങൾ വേഗം പോയിക്കോളൂ. അപ്പോൾ അടുത്ത വീട്ടുകാരൊക്കെ പറഞ്ഞു, നിങ്ങളധികം ഇവിടെ സമയം അങ്ങനെ ചിലവഴിച്ച് നിൽക്കണ്ട, നിങ്ങൾ അവർ നായിനെ അയച്ചു വിട്ട് കഴിഞ്ഞാൽ നായിൻ്റെ കടിയും കൊള്ളി, പൈസയും പോയി, നായിൻ്റെ കടിയും കൊള്ളി, നായിൻ്റെ കടിയും കൂടി ഏൽക്കേണ്ടി വരും, നിങ്ങൾ പോയിക്കോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവരങ്ങനെ വീട്ടിൽ ഒരു അരമണിക്കൂറോളം നിന്ന സമയത്ത് ഇവർ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്തു. വീട്ടിൽ വന്ന് ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ പോലീസിനെ വിളിച്ചു. പോലീസിനെ വിളിച്ചപ്പോൾ പോലീസ് പെട്ടെന്ന് തന്നെ പോലീസ് വന്ന് ഇതിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇത് വീട്ടിലൊന്നും വന്നിട്ട് പ്രശ്നമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു, എനിക്ക് 8 ലക്ഷം രൂപ കിട്ടാനുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പ്രതാപൻ പൊട്ടി പ്രത്യക്ഷപ്പെട്ടു. ദൈവമാണല്ലോ, ദൈവം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ സംഭവങ്ങൾ ഇവരെ കുറിച്ചൊക്കെ പറയുന്നതാണ് അറിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്ത്, പ്രതാപൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ പ്രതാപനോട് പറഞ്ഞു, എടാ എന്നാൽ പിന്നെ നീ പോലീസ് സ്റ്റേഷനിൽ വാന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് പറഞ്ഞു, എടാ നിന്നെക്കൊണ്ട് എത്ര ആൾക്കാരാടാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എനിക്ക് പൈസയെല്ലാം തിരിച്ചു കൊടുത്തുവിടാ എന്നെല്ലാം പറഞ്ഞ് വെച്ചു. എനിക്ക് കിട്ടിയതൊന്നും പോരെ. അപ്പോൾ പ്രതാപൻ നല്ല രീതിയിലുള്ള ഇവൻ എന്ന് വെച്ചാൽ മുഖത്ത് നോക്കാതെ കളവ് മാത്രം പറയുന്ന ഒരുത്തനാണ്. കുത്തോട്ട് നോക്കിയിട്ടേ സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തനാണ്. അപ്പോൾ പറഞ്ഞു, നിനക്ക് ജയിലിൽ കിടന്നൊന്നും മതിയായില്ലേ, നിനക്ക് കിട്ടിയൊന്നും പോരെ എന്നൊക്കെ പറഞ്ഞ് പോലീസ് നല്ല രീതിയിൽ അവനെ നല്ല രീതിയിൽ വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പോലീസിൻ്റെ ഒരു അഭിനയമാണോ എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഒരു പക്ഷേ പോലീസിൻ്റെ അഭിനയമായിരിക്കും, അല്ലെങ്കിൽ പോലീസ് ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന പറയുമ്പോൾ പോലീസ് അവിടെ പറന്നെത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഇനി പൈസ ചോദിച്ചിട്ട് ഇരട്ടി പ്രതീക്ഷിച്ച് ഇരട്ടി പൈസയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്നവർ നായിയുടെ കടി കൊള്ളാനും കൂടിയുള്ള മുൻകരുതൽ എടുക്കണം. അവർ നായിയെ അഴിച്ചുവിടും. നായിയെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല, അത് നായി എളിയിൽ പോയതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നിങ്ങളാണ് അതും കൊണ്ട് നടക്കേണ്ടി വരിക. അപ്പോൾ ഒന്നാമതായി മുട്ടുകാല് തല്ലി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരവിടെ റെഡി ആയിട്ടുണ്ട്.
രണ്ടാമതായി നായിയുടെ കടി ഏൽക്കാൻ നായിയുണ്ട്, 2 നായിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ്. വെച്ച് കഴിഞ്ഞാൽ 1,80,00,000 ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ പറയുന്നത് ഇതിൽ ഒരു 5,000 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു 500 ആൾ, 50 ആൾ പോലും പിന്നോട്ടുള്ള നടപടി എന്നുള്ള ഗ്രൂപ്പിലൊന്നും ഒരു 50 ആൾ പോലും ഇല്ല. ആരും തന്നെ ഇതിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടോ? അപ്ഡേഷൻസ് എന്ന് പറഞ്ഞാൽ അപ്ഡേഷൻസിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം പറയാണ്ട്, ചെറിയ ആൾക്കാരൊക്കെ ആ ഗ്രൂപ്പിലെ പെണ്ണുങ്ങളെ പോയിട്ട് ഹായ് ഗുഡ് മോർണിംഗ്, ചോറ് കഴിച്ചോ, കാപ്പി കുടിച്ചോ, എന്താണ് ചെയ്യുന്നത്, എന്താണ് മറുപടി അയക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരെ വളരെ കെയറിങ് കൊടുക്കുന്നുണ്ട്. അത് 2000-ഓളം ആൾക്കാരെ കെയർ ചെയ്ത ആൾക്കാരൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ സൂക്ഷിക്കുക. നിങ്ങൾക്ക് അനാവശ്യമായിട്ട് ചില ആൾക്കാർ മെസ്സേജ് അയക്കും. നിങ്ങളുടെ നമ്പറൊക്കെ സേവ് ചെയ്ത് വെച്ച് പല സ്കാം ലിങ്കുകളും അയക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തിലുള്ള ഇൻബോക്സിൽ പരിചയമില്ലാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്ത് വിടുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമ്മുടെ കേസിനെ കുറിച്ചാണ്. അപ്പോൾ കോടതി നാളെ മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാണ്. 18-ാം തീയതി നമ്മുടെ സമ്മർ വെക്കേഷനൊക്കെ കോടതിയുടെ സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കോടതി പ്രവർത്തിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷ പോലെ തന്നെ ബെഞ്ച് മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പുതിയ ബെഞ്ച് ഹക്കീം സാറുടെ ബെഞ്ചിലാണെന്നൊക്കെയാണ് അറിയുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എന്നാലും എനിക്ക് കിട്ടിയിരിക്കുന്ന സൂചനകൾ ഇവരിൽ നിന്ന് തന്നെ ചില ആൾക്കാരൊക്കെ അയച്ചിരിക്കുന്നത് ഹക്കീം സാറുടെ ബെഞ്ചിൽ നിന്നാണ്. ഹക്കീം സാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സെറ്റിൽമെൻറ്റ് സ്കീം എടുത്ത് പള്ളയെ കളഞ്ഞ ഇവരുടെ സെറ്റിൽമെൻറ്റ് സ്കീം ഉണ്ടായിരുന്നു, അത് പള്ളയിൽ കളഞ്ഞ ജഡ്ജാണ് ഹക്കീം സാറ്. അപ്പോൾ അവിടെ ഒരിക്കൽ കൂടി ആ ബെഞ്ചിൽ നിന്നുള്ള തിരിച്ചടികൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ആ ബെഞ്ചിലേക്ക് പോകുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവർക്ക് വളരെ അമിതമായ പ്രതീക്ഷയാണ്. ഇവരെ ബഡ്സിൽപ്പെടില്ല. ഇവർ ചെയ്തിരുന്ന ബിസിനസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ബിസിനസ്സാണ് എന്നൊക്കെയുള്ള വളരെ ശുഭപ്രതീക്ഷയാണ്. പിന്നെ 2 വർഷമായി. 2 വർഷം ആയതുകൊണ്ട് തന്നെ 5 ലക്ഷം ഇട്ട എല്ലാവർക്കും തന്നെ 55 ലക്ഷം കിട്ടും പിന്നെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരു മൂന്നാമതായി ഒരു പ്രത്യേകം പറയാനുള്ളത് പ്രതാപൻ്റെ എക്സ്ക്ലൂസീവാണ്. പ്രതാപൻ പറയുന്നത് പ്രതാപൻ ഒരുപാട് പൈസ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇപ്പോൾ ആ പൈസ എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ കേസ് ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് ആ കടത്തിയിരിക്കുന്ന പൈസയൊക്കെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ബ്ലേഡ് കമ്പനിക്കാരെയും കള്ളപ്പണക്കാരെയും ഒക്കെ പ്രതാപൻ സമീപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുതന്നെയാണ് ശ്രീനാഥ് പ്രതാപൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് എറണാകുളത്തുള്ള അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെയുള്ള ബിസിനസ്സുകാരെ കണ്ടുമുട്ടിട്ട് ഞാൻ 3000 കോടി ടേൺ ഓവറുള്ള ബിസിനസ്സിൻ്റെ CEO ആണ്, ഞാൻ 3000 കോടി ടേൺ ഓവറുള്ള കമ്പനിയുടെ ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ CEO ആണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കേസ് നടത്തുന്നതിനായി നമുക്ക് പൈസ ആവശ്യമുണ്ട്. നമ്മൾ കേസ് ജയിക്കും. നമുക്ക് 300 കോടി സർക്കാർ പിടിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ എനിക്ക് 10 കോടി തരുവാണെങ്കിൽ കേസ് ജയിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് 20 കോടി തരാം എന്നൊക്കെയുള്ള ഓഫറുകളൊക്കെ ആയിട്ട് ചില ആൾക്കാരൊക്കെ പലതും കണ്ട് വീണ് പോയിട്ടുണ്ട്. അപ്പോൾ അതേ അടവാണ് ഇപ്പോൾ പ്രതാപനും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. പ്രതാപനും ഇപ്പോൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇതുപോലെ പൈസ നല്ല രീതിയിൽ കിട്ടുന്നതൊക്കെ പോരട്ടെ എന്ന് പറഞ്ഞ് കള്ളപ്പണക്കാരെയും ഈ ബ്ലേഡിന് പൈസ കൊടുക്കുന്നവരെയും ഒക്കെ സമീപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിപ്പോൾ
ഇതൊക്കെ വേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെയും ഇതൊക്കെ ചിലതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാം. ഇനി നമുക്ക് നാളെ കോടതിയിലെ ലിസ്റ്റായിട്ടാകുമ്പോൾ അതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. എന്തായാലും നായിയുടെ കടി കേൾക്കാതെ എല്ലാവരും സൂക്ഷിക്കുക. 1,80,00,000 ആൾക്കാർക്കൊക്കെ നായിയുടെ കടി കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, എന്താണ് വിവരം കെട്ടവരല്ലാണ്ട് ഈ കമ്പനിയെ താങ്ങിയെടുക്കുമോ? ചില ആൾക്കാരൊക്കെ താങ്ങിയെടുക്കുന്നുണ്ട്, അവർക്കൊക്കെ അതിനുള്ള കാര്യമുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ബൈ.